ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിവിടെ ഒരു അടിപൊളിയായിട്ടുള്ള ടർക്കിഷ് മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇനി ഒരു ഐറ്റം ഉണ്ടാക്കാനൊരു കാരണം കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ടൊന്ന് കാണാൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എല്ലാവരും കമൻസും ഞാൻ കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറഞ്ഞ റെസിപ്പീസൊക്കെ ഞാൻ ചെയ്യാട്ടോ. ക്യാരറ്റ് പോളൻ്റെയും അതുപോലെ കുഞ്ഞിക്കൽ തപ്പത്തിൻ്റെയും അതുപോലെ ചിക്കൻ ബട്ടർ ചിക്കനും ബട്ടൂരും അതൊക്കെ ഞാൻ ചെയ്യാം ഇൻഷാ അല്ലാഹ്. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു സർപ്രൈസ് പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ, അപ്പോൾ ഇതാണ് ആ സംഭവം. എൻ്റെ കിച്ചണിലേക്ക് ഞാൻ വാങ്ങിയിട്ടുള്ള പുതിയ ഐറ്റം ഓവനാട്ടാ. മോർഫെ റിച്ചാർഡ്സിൻ്റെ OTG ഓവനാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് വാങ്ങിയതുകൊണ്ട് തന്നെ ഇതിലൊരു സ്വീറ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അത് നമ്മൾ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നതല്ലേ, അപ്പോൾ സ്വീറ്റ് ആയിട്ട് തന്നെ ഒരു ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ ടർക്കിഷ് മിൽക്ക് കേക്കിന് വേണ്ടിയിട്ട് ആദ്യം ഒരു സ്പഞ്ച് റെഡിയാക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 4 മുട്ട എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അരക്കപ്പ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ വാനില സ്പഞ്ചാട്ടോ നമ്മൾ ആദ്യം ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഇതുപോലെ പൊങ്ങി വരുന്നവരെ ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ വിസ്ക് വെച്ചിട്ടും ചെയ്യാം, പക്ഷേ കുറച്ച് കൂടുതൽ ടൈം എടുക്കുന്നേ ഉള്ളൂ. കയ്യും നല്ല വേദന ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെ മെഷീൻ വെച്ച് ചെയ്യാമെങ്കിൽ പെട്ടെന്ന് തന്നെ നന്നായിട്ട് തന്നെ നമുക്ക് ബീറ്റായി കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായി പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഇതിലോട്ടൊരു നുള്ള് 1/4 ടീസ്പൂണിൽ പകുതി ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓയിലാണ് കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. അപ്പോൾ 1/4 കപ്പ് ഓയിൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് ബീറ്റായി വന്നു കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് 1 കപ്പ് മൈദയും പിന്നെ 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് അരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് മെഷീൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ കൈകൊണ്ട് തന്നെ വിസ്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ മെല്ലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. പിന്നെ നിങ്ങൾ ഇങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ചേർക്കുന്നില്ലെങ്കിൽ 2-3 തവണയായിട്ട് കുറച്ച് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വാനില സ്പഞ്ചിനുള്ള അടിപൊളി ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ അതിൻ്റെ ഇടയിലൊന്ന് പ്രീഹീറ്റ് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഓവന് ഒരു 10 മിനിറ്റ് 140 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു സിലിക്കോൺ പേപ്പർ കാണിച്ചിട്ടുണ്ടായിട്ടില്ല മുൻപ് നമ്മുടെ ബ്രൗണി റെസിപ്പി കാണിച്ചപ്പോൾ. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് ഇത് നമുക്ക് കുറേ പ്രാവശ്യം യൂസ് ചെയ്യാനും പറ്റും. ബട്ടർ പേപ്പർ പോലെ പിന്നെ മാറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നന്നായിട്ട് തന്നെ നമുക്ക് കേക്ക് റെഡിയായി കിട്ടുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് അതിലോട്ട് ബാറ്റർ ഒഴിച്ചിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഓവനിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി ഇത് 160 ഡിഗ്രിയിൽ 30 മിനിറ്റ് ആട്ടോ ബേക്ക് ചെയ്തെടുക്കണ്ടേ. 180 വെച്ച് കൊടുക്കണ്ട. കേക്കിനാവുമ്പോൾ 160 ഡിഗ്രിയിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കേക്ക് തന്നെ നമുക്ക് കിട്ടും. ഇനി ഞാൻ ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു മിൽക്കിൻ്റെ മിക്സ് റെഡിയാക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് 1.5 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ വിപ്പിംഗ് ക്രീം 1/2 കപ്പ് നിറച്ച് തന്നെ ഒഴിച്ചു കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഒഴിച്ചു കൊടുത്താലും മതി. ഇനി 1/2 കപ്പ് തന്നെ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പിൽ കുറച്ച് കുറവായിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായത് ആദ്യം. അപ്പോൾ പിന്നെ മധുരം അത്ര പോരാന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നെയും കുറച്ചുകൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും 1/2 കപ്പ് തന്നെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾക്ക് അങ്ങനെ വേണ്ടെങ്കിൽ 1/4 കപ്പ് മിൽക്ക് മെയ്ഡും കുറച്ച് പഞ്ചസാരയും ചേർക്കുക. പക്ഷെ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. എന്തായാലും മിൽക്ക് മെയ്ഡ് തന്നെ ചേർക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള മിൽക്കിൻ്റെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കാരമൽ സോസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കപ്പ് പഞ്ചസാര നന്നായി ചൂടായ പാനിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ നന്നായി ചൂടായി വരുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് മെൽട്ടായി വരും. അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾ ഇളക്കി കൊടുക്കാനും അതിനൊന്നും നിൽക്കണ്ട. അപ്പോൾ ഇത് നന്നായി മെൽട്ടായി വന്ന ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ നിറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ഇനി ബട്ടറും കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഫ്രഷ് ക്രീമാണ്. അപ്പോൾ ഒരു 1/4 കപ്പ് ഫ്രഷ് ക്രീം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും എല്ലാം കൂടി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുറച്ച് കട്ടിയായിട്ട് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കാരമൽ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഇത് കുറച്ചൊന്ന് തണിയുമ്പോൾ കുറച്ചുകൂടി കട്ടിയാവും കേട്ടോ. അപ്പോൾ ആ ടൈമിൽ നമ്മുടെ കേക്കും കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ നോക്കി അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കേക്ക് കിട്ടിയിട്ടുണ്ട്. 2 ഭാഗവും ഒരുപോലെ തന്നെ നല്ല അടിപൊളി കളറായിട്ട് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 160 ഡിഗ്രിയിൽ 30 മിനിറ്റ് മാത്രം ബേക്ക് ചെയ്തെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സ്പഞ്ചി ആയിട്ടുള്ള കേക്കാട്ടോ ഇത്.
അപ്പോൾ കണ്ടില്ലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടില്ലേ, രണ്ട് സൈഡും നല്ല ഒരേ കളറിൽ ഇതേ നോക്കിയാൽ നല്ല എന്താ പറയുക നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു കേക്കാട്ടോ. നമുക്ക് എന്തിനു വേണമെങ്കിലും ഈ ഒരു വാനില സ്പോഞ്ച് നമുക്ക് റെഡിയാക്കാൻ പറ്റും. ഇതേ മെഷർമെൻറ്റിൽ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ഇനി ഞാൻ വേറൊരു പുഡിംഗ് ട്രേ എടുത്തിട്ട് അതിലോട്ട് ഈ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ഇതേപോലെ നമ്മുടെ ടൂത്ത് പിക്കോ എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. എന്നിട്ട് ഫുൾ ഹോൾസായി കൊടുക്കുക കേട്ടോ. കാരണം നമ്മൾ ഈ മിൽക്ക് ഒഴിക്കുമ്പോൾ നന്നായിട്ട് തന്നെ എന്താ പറയുക അതിലോട്ട് സോക്കായി വരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ബേക്ക് ചെയ്ത് ആ ട്രയലിൽ തന്നെയാണ് ഉണ്ടാക്കുന്നെങ്കിൽ അങ്ങനെ ഉണ്ടാക്കിയാലും മതി. ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് ഇതേപോലെയൊക്കെ ഒന്ന് ചെയ്ത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അങ്ങനെ ഇതിലോട്ട് ഞാൻ നന്നായിട്ട് തന്നെ ഈ പാല് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കുറച്ച് പാല് ഞാൻ ഈ ഒരു പാലിൻ്റെ മിക്സ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. ലാസ്റ്റിൽ നമ്മൾ കഴിക്കുമ്പോൾ അതിന് മുകളിൽ കുറച്ച് ഒഴിച്ചിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ബാക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ഭാഗം ബാക്കി കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ തന്നെ ഒഴിച്ചു കൊടുത്ത് നന്നായി സോക്ക് ചെയ്തെടുക്കണം ഈ കേക്ക്. ഇനി നമുക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കാനുണ്ട്. ഒരു 1/2 കപ്പ് 3/4 കപ്പ് അങ്ങനെ നോക്കിയിട്ട് വിപ്പിംഗ് ക്രീം എടുക്കുക. നല്ല തണുത്ത വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ കൂടുതൽ സ്റ്റിഫായിട്ട് അങ്ങനെ ചെയ്യണ്ട. അപ്പോൾ ഒരാവശ്യത്തിന് നമ്മൾ പുഡിങ്ങിനൊക്കെ ചെയ്യുന്നില്ലേ അതുപോലെ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് തന്നെ നമ്മൾ കേക്കിനൊക്കെ ചെയ്യുന്ന പോലെ ഈ ക്രീം ഒന്ന് വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ കുറച്ച് കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാകും. പക്ഷേ എൻ്റെ മധുരമുള്ള ക്രീം ആയതുകൊണ്ട് ഞാൻ പിന്നെ ചേർക്കാണ്ടിരുന്നത്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കാരമൽ സോസില്ലേ അതും കൂടി ഒഴിച്ചു കൊടുക്കുക. നല്ലൊരു ടേസ്റ്റുള്ള കേക്കാട്ടോ ഇത്. ഇനി കാരമൽ സോസും നന്നായിട്ട് തന്നെ മുകളിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ക്രീം ഒഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ടിയായി കഴിഞ്ഞാൽ കാരമൽ സോസ് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ കാരമൽ സോസ് കൂടുതൽ അങ്ങനെ കട്ടിയാവാൻ നിൽക്കണ്ട കേട്ടോ. പെട്ടെന്ന് തന്നെ ഇതിലൊഴിച്ചു കൊടുക്കുക. പക്ഷേ ചൂടോടെ ഒഴിച്ചു കൊടുക്കരുത്. ജസ്റ്റ് ഒന്ന് തണിഞ്ഞ് കഴിഞ്ഞാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാൻ ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇങ്ങനെ ഡിസൈൻ ചെയ്തതാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഐറ്റം എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ എന്ത് ഐറ്റം ഞാൻ വാങ്ങാൻ പോകുന്നതെന്ന് ഗസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തത് ഓവൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്നവർക്കും ലൈക്ക് ചെയ്യുന്നവർക്കും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് നന്ദി. അതുപോലെ ഇനിയും നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവുക. അതുപോലെ എൻ്റെ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ അടുത്തൊരു അടിപൊളി ഡിഷായിട്ട് കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.